മർദ്ദിച്ചു എന്ന തരത്തിലല്ല, ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു. തുടർച്ചയായി സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ SFIയുടെ ഗുണ്ടായിസവും അക്രമവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വിദ്യാർത്ഥികൾക്കെതിരെ മാത്രമല്ല, അധ്യാപകർക്കെതിരെയും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു കോളേജ് പ്രിൻസിപ്പാളിനെയും അധ്യാപകരെയും SFI ക്രിമിനലുകൾ അതിമാരകമായി ആക്രമിക്കുകയും തുടർച്ചയായി ഭീഷണിപ്പെടുത്തുകയും ചെയ്യാം. SFI ലക്ഷണമൊത്ത ഒരു ഭീകര സംഘടനയെ പോലെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. SFIയെ നിയന്ത്രിക്കാനുള്ള ഒരു നടപടിയും പാർട്ടിയുടെ നേതൃത്വം CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നില്ല. പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും SFI ക്രിമിനലുകളെ കയറൂരി വിട്ട് ഗുണ്ടായിസം കാണിക്കുകയാണ്. പ്രിൻസിപ്പാളെ ആക്രമിക്കുന്നു, അധ്യാപകരെ ആക്രമിക്കുന്നു. അതിനുശേഷം അതിഭീകരമായ തോതിലുള്ള ഭീഷണിയാണ്. ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് SFI നേതാക്കൾ. പക്ഷെ ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. സർക്കാർ ഇതിനെക്കുറിച്ച് ഒരു നടപടിയും എടുക്കുന്നില്ല, കേസെടുക്കുന്നില്ല, ആളുകളെ അറസ്റ്റ് ചെയ്യുന്നില്ല. പരസ്യമായി ദൃശ്യങ്ങൾ എല്ലാം പുറത്തു വന്നിട്ടും SFI ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണ് പിണറായി വിജയൻ സർക്കാരും CPIM പാർട്ടിയും. നമ്മൾ വൈത്തിരിയിൽ വെറ്റിനറി കോളേജിൽ ദാരുണമായ ഒരു ആക്രമണത്തിന് SFI നേതൃത്വം നൽകി ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ ക്രൂരമായി കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി. ആ സംഭവം നടന്നതിന് ശേഷം കൊയിലാണ്ടിയിൽ തന്നെ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ക്രൂരമായിട്ടുള്ള ആക്രമണം SFI നടത്തി. ഇതൊന്നും നടപടിയെടുക്കാതെ ഇവരെല്ലാം സംരക്ഷിച്ചുകൊണ്ടാണ് സർക്കാർ പോകുന്നത്. CPIM അവരുടെ ദാരുണമായ പതനത്തിൽ നിന്ന് ഒരു പാഠവും പഠിച്ചില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇത്രയും പാർട്ടി തകർന്ന് തരിപ്പണമായിട്ടും തെറ്റ് തിരുത്താൻ CPM തയ്യാറില്ല. അവർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കിട്ടിയത്. പക്ഷേ അതിൽ നിന്ന് ഒരു പാഠവും ഉൾക്കൊള്ളാൻ CPIM നേതൃത്വവും സർക്കാരും തയ്യാറില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ്. തെറ്റുതിരുത്തും എന്ന് മാധ്യമങ്ങളോട് പറയുന്ന പാർട്ടി ഈ കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രി മൗനം വെടിയണം. ഈ ക്രിമിനൽ സംഘങ്ങളെ കയറൂരി വിട്ട് ഇവിടെ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥത നിയമവാഴ്ചയോട് പിണറായി വിജയൻ ഉണ്ടെങ്കിൽ ഈ കൊടും കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നിയമ നടപടികൾ വേണം.